പിന്നെ അതുകൂടാതെ ഇമോഷണൽ ഡെവലപ്മെൻറ്റ്. ഇവർക്ക് എല്ലാവർക്കും ആ ഇമോഷണൽ ഇഷ്യൂസ് ഉള്ളത് കറക്റ്റായിട്ട് അഡ്രസ്സ് ചെയ്തിട്ട് അവർക്ക് ആ ട്രെയിനിങ് കൊടുത്തു കഴിഞ്ഞാൽ അവർ ഇമോഷണലി കുറേയും കൂടെ സ്ട്രോങ്ങർ ആവും. ഇതെല്ലാം നമുക്ക് ആ ബ്രെയിൻ ഏരിയയിൽ നമുക്ക് മാറ്റം വരുത്താൻ പറ്റുമെന്നാണ് ന്യൂറോപ്ലാസ്റ്റിസിറ്റി ബേസ്ഡ് ട്രെയിനിങ് പറയണം. പിന്നെ ഫിസിക്കൽ ട്രെയിനിങ് വഴി അവരുടെ മോട്ടോർ കോർഡിനേഷൻ. ഇപ്പോൾ നമുക്കും ഏത് പ്രായത്തിൽ ഈ മോട്ടോർ കോർഡിനേഷൻ കൂട്ടാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾ വലിയ മലയുടെയൊക്കെ അല്ലെങ്കിൽ മലഞ്ചെരുവിലൊക്കെ ഇങ്ങനെ ആൾക്കാർ ഒരു റോപ്പിലൂടെ ഒരു ചരട് കെട്ടിയിട്ടൊക്കെ നടക്കണ കാണാൻ പറ്റും. അപ്പോൾ അവർ ആ പെട്ടെന്ന് ആർജിച്ചെടുത്ത സ്കില്ലല്ല അത്. അവർ കണ്ടിന്യൂസ് ട്രെയിനിങ് വഴി എന്താണ് ആദ്യം അവർ ബെഡൊക്കെ താഴെ വെച്ചിട്ടുണ്ടാവും, എന്നിട്ട് ആ ത്രെഡിലൂടെ നടക്കും. അങ്ങനെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കണമെന്ന് വെച്ചാൽ അവരുടെ തലച്ചോറിൽ ഇതിനു വേണ്ട നെറ്റ്വർക്ക് ബിൽഡാവും. ആ നെറ്റ്വർക്ക് ബിൽഡായി കഴിഞ്ഞാൽ പിന്നെ ബെഡ് ഇട്ടിട്ടുണ്ടാ അല്ലെങ്കിൽ ഒരു മലഞ്ചെരുവിലൂടെയാണ് നടക്കണം, ഇതൊന്നും അവർക്ക് നോക്കൂല. കാരണം ആ നെറ്റ്വർക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ബോഡി അതനുസരിച്ച് ബാലൻസ് ആവും. ഇപ്പോൾ നിങ്ങൾ ആദ്യം സൈക്കിൾ ചവിട്ടാൻ പഠിച്ചപ്പോഴൊക്കെ ആദ്യം എത്ര ഡിഫിക്കൽട്ടായിരുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. പക്ഷേ അത് നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോഴത്തേക്കും പിന്നെ നമ്മുടെ തലച്ചോറിൽ ആ നെറ്റ്വർക്ക് ബിൽഡാവും. ആ നെറ്റ്വർക്ക് അനുസരിച്ച് നമ്മുടെ ബോഡി പ്രോഗ്രാംഡ് ആവും. അങ്ങനെയാണ് ആ മാറ്റം വന്നത്. അപ്പോൾ നമ്മൾ ആ കണ്ടിന്യൂസ് മോട്ടോർ ട്രെയിനിങ് കൊടുക്കുമ്പോഴത്തേക്കും നമ്മൾ കുറച്ച് ചിലപ്പോൾ ബലം പ്രയോഗിക്കേണ്ടിയൊക്കെ വരും ആ മസിൽ മൂവ് ചെയ്യണമെങ്കിൽ. പക്ഷേ ആ മൂവ് ചെയ്യണ അനുസരിച്ച് നമ്മുടെ തലച്ചോറിൽ ആ നെറ്റ്വർക്ക് ഫോം ചെയ്യും. ആ നെറ്റ്വർക്ക് ഫോം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ കൈ നിവർത്താനും പൊക്കാനായിട്ടുള്ള, ഇപ്പോൾ സ്ട്രോക്ക് വന്ന ആൾക്കാർക്ക് നമ്മൾ ഇതേ ട്രെയിനിങ്ങാണ് ചെയ്യണം. സ്ട്രോക്ക് വന്ന് ഒരു സൈഡ് തളർന്നു പോയി കഴിഞ്ഞാൽ നമ്മൾ ആക്ച്വലി ആ തലച്ചോറിൻ്റെ ഭാഗം സ്റ്റിമുലേറ്റ് ചെയ്യാനുള്ള ട്രെയിനിങ്ങാണ് ഫിസിയോതെറാപ്പിയൊക്കെ വഴി ചെയ്യണം. മസിൽസ് രണ്ടാമതാണ് ഫോം ചെയ്യണം. മസിൽസിൻ്റെ സ്ട്രെങ്തനിങ് നമുക്ക് എപ്പോൾ വേണേലും വരുത്താം. പക്ഷേ തലച്ചോറിലെ ആ കണക്ഷൻ, അതാണ് എനിക്ക് സ്ട്രോക്കിനായിട്ട് നേരിട്ട് കണക്ട് ചെയ്യാം. സ്ട്രോക്ക് വരുമ്പോൾ നമ്മുടെ മസിൽ വീക്കാണ്, മസിൽ അവിടെ ഉണ്ട്, പക്ഷേ ആ തലച്ചോറിൽ നിന്നുള്ള കണക്ഷനാണ് സ്ട്രോക്കിൽ നഷ്ടപ്പെടണം. ആ കണക്ഷൻ ബിൽഡ് ചെയ്യാനായിട്ടാണ് നമ്മൾ ഈ ട്രെയിനിങ് എല്ലാം ചെയ്യണം. അപ്പോൾ ഇതെല്ലാം നമ്മൾ ന്യൂറോപ്ലാസ്റ്റിസിറ്റി ബേസ്ഡ് ട്രെയിനിങ്ങിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ഏർലി ഐഡൻറ്റിഫിക്കേഷനാണ്. ഏർലി ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ആ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് ആ ടൈമിങ്ങും ഇൻറ്റൻസിറ്റി ഓഫ് ബിഹേവിയറൽ ഇൻ്റർവെൻഷൻ. അപ്പോൾ ഓരോ കുട്ടികൾക്കും ആ ടൈമിങ്ങും ഇൻ്റർവെൻഷൻസും വ്യത്യസ്തമായിരിക്കും. ചിലവർക്ക് അത് പെട്ടെന്ന് എന്താണ് ആ കണക്ഷൻസ് നമുക്ക് സ്ട്രോങ് ആക്കി എടുക്കാൻ, ചിലവർക്ക് അത് കുറച്ചും കൂടെ ടൈം എടുക്കും. പക്ഷേ എല്ലാവരും ഇതിൽ കാണിച്ചേക്കണ പോലെ തന്നെ ആ ഗോള് സെയിമാണ്. ആ ഗോളിലേക്ക് നമുക്ക് എത്താനായിട്ട് പല വഴികൾ ചിലപ്പോൾ എടുക്കേണ്ടി വരും. പക്ഷേ ആ പല വഴികൾ എടുത്താലും നമുക്ക് ആ എൻഡ് ഗോളിലേക്ക് എത്താൻ പറ്റും. ചിലവർക്ക് ചിലത് ലോങ് പ്രോസസ്സായിരിക്കും, ചിലവർക്ക് കൂടുതൽ റോഡ് നമ്മൾ സഞ്ചരിക്കണം, പക്ഷെ എന്നാലും ആ എൻഡ് റിസൾട്ടിലേക്ക് നമുക്ക് എത്തിക്കാൻ പറ്റും. അപ്പോൾ അതുപോലെ തന്നെ റിസർച്ച് പറയണമെന്ന് വെച്ചാൽ 3 വയസ്സിന് മുമ്പ് കണ്ടെത്തുന്നത് ഭയങ്കരമായിട്ട് നമുക്ക് ഏർലി ഐഡൻറ്റിഫൈ ചെയ്യണമനുസരിച്ച് നമുക്ക് വളരെയധികം ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ അത് കുറച്ച് ലേറ്റ് ആയാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ റോഡ് കുറച്ചും കൂടെ കൂടുതൽ സഞ്ചരിക്കണമെന്നേ ഉള്ളൂ. പക്ഷേ അൾട്ടിമേറ്റ്ലി ആ ഒരു ഗോളിലേക്ക് നമുക്ക് എത്തിക്കാൻ പറ്റും. അപ്പോൾ ഇതെല്ലാം നമ്മുടെ തലച്ചോറിൽ ബിൽഡ് ചെയ്യണ നെറ്റ്വർക്ക് അനുസരിച്ചാണ്. അപ്പോൾ കുട്ടികൾക്ക് എല്ലാവർക്കും ഇത്രയും കഴിവുകളുള്ള, നമ്മൾ പറയണമെന്ന് വെച്ചാൽ ഈ മില്യൺ ബില്യൺ കണക്ഷനാണ് എല്ലാവരുടെ തലച്ചോറിലും. അത് ആ കറക്റ്റ് ട്രെയിനിങ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ കണക്ഷൻസിൽ നമുക്ക് റീവയറിങ് ചെയ്യാൻ പറ്റും. ഈ ഒരു പ്രോസസ്സിന് ഈ ന്യൂറോപ്ലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞാൽ അൺലേണിങ് ആൻഡ് റീലേണിങ് എന്നാണ്. ഇപ്പോൾ പഠിച്ചേക്കണ കാര്യങ്ങൾ ചിലത് നമുക്ക് ഡിലീറ്റ് ചെയ്യേണ്ടി വരും, എന്നിട്ട് പുതിയ കാര്യങ്ങൾ പഠിക്കേണ്ടി വരും. ആ പഠിക്കണതനുസരിച്ച് നമുക്ക് ആ ന്യൂ സ്കിൽസ് വരണേണ്. ആ സ്കിൽ സെറ്റ്സ് നമ്മൾ ആഡ് ചെയ്ത് തോറും അല്ലെങ്കിൽ കണ്ടിന്യൂസ് ട്രെയിനിങ്ങിലൂടെ ആ സ്കിൽ സെറ്റ് വഴി നമ്മുടെ തലച്ചോറിലെ കണക്ഷൻസ് സ്ട്രോങ് ആക്കും. അപ്പോൾ അതേപോലെ തന്നെ ഇവർക്ക് ന്യൂറോ സ്റ്റിമുലേഷന് വേണ്ടി പല കാര്യങ്ങളുണ്ട്. ഇപ്പോൾ US നിങ്ങൾ ഓരോ പാർക്കിൽ പോയാലും അവിടെ കുറേ പാർക്കിൽ ഈ ചരൽ വിരിച്ചിട്ടുണ്ടാവും. ആ ചരലിലൂടെ ഈ കുട്ടികളെയൊക്കെ നടത്തും. ആ ചരലിലൂടെ നമ്മൾ പണ്ട് നടന്നുകൊണ്ടിരുന്നതാണ്, ഇപ്പോൾ നമ്മളെല്ലാവരും ഷൂസും അതുപോലെ തന്നെ ചെരുപ്പിട്ട് അല്ലാതെ പുറത്തിറങ്ങില്ല. ഈ ചരലിലൂടെ നടക്കണ എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ കാൽപാദങ്ങളുടെ അടിയിൽ നെർവ് എൻഡിങ്സ് ഉണ്ട്. ആ നെർവ് സ്റ്റിമുലേഷൻ നമ്മുടെ തലച്ചോറിനെ ഇൻഫ്ലുവൻസ് ചെയ്യും. അതേപോലെ തന്നെ നമ്മൾ പണ്ട് മണ്ണിൽ എഴുതിക്കൊണ്ടിരുന്നതും ഇതേ സ്റ്റിമുലേഷനാണ്. നമ്മൾ പണ്ട് കളരികളിലൊക്കെ മണ്ണിലായിരുന്നു എഴുതി പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. അതെല്ലാം നമ്മുടെ ഫിംഗർ ടിപ്സിലും യോഗ ചെയ്യുമ്പോഴും ഒക്കെ നമ്മൾ ഈ ഓരോ പൊസിഷനും ആ എനർജി വേവ്സായിട്ട് കണക്റ്റഡാണ്. അതെല്ലാം നമ്മുടെ നെർവ് എൻഡിങ്സിനെ സ്റ്റിമുലേറ്റ് ചെയ്തിട്ട് ബ്രെയിനിലേക്ക് എത്തിക്കണ ഒരു നെറ്റ്വർക്ക് ഉണ്ട്. ആ നെറ്റ്വർക്കിനെ ആക്ടിവേറ്റ് ചെയ്യാനാണ് നമ്മൾ ഈ
ചെരുപ്പില്ലാതെ കുട്ടികളെ കുറച്ച് ചരലിലൊക്കെ നടത്തണമെന്ന് പറയണതും അതുപോലെ തന്നെ ഈ മണ്ണിലൊക്കെ എഴുതിക്കണമൊക്കെ അത് അത്രയും കൂടുതൽ നെർവ് സ്റ്റിമുലേഷൻ നമ്മുടെ തലച്ചോറിൽ കൊണ്ടുവരാൻ പറ്റും. അപ്പം ഇങ്ങനത്തെ പണ്ട് നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന കുറേ കാര്യങ്ങൾക്ക് നഷ്ടപ്പെട്ട്, പക്ഷേ ഇതിൻ്റെയൊക്കെ എല്ലാം ഇപ്പോൾ സയൻറ്റിഫിക് എവിഡൻസോടെ നമ്മളത് കുട്ടികളിൽ എത്തിക്കാനായിട്ട് ശ്രമിക്കണേ. അങ്ങനത്തെ ട്രെയിനിങ് ആണ് ന്യൂറോപ്ലാസ്റ്റിസിറ്റി ബേസ്ഡ് ട്രെയിനിങ് നമ്മൾ പല ഏജ് ഗ്രൂപ്പിനും കൊടുക്കണത്. ഇപ്പോൾ ഡിമെൻഷ്യ വന്ന ആൾക്കാർക്ക് നമ്മൾ ഈ ട്രെയിനിങ് കൊടുത്തപ്പോഴത്തേക്കും അവർക്ക് നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട് അവരുടെ ഓർമ്മശക്തിയിലൊക്കെ. അപ്പോൾ അത് ഏത് കാറ്റഗറിക്ക് നമുക്ക് ഇൻവോൾവ് ചെയ്യിക്കാം. അത് പ്രത്യേകിച്ച് ഇങ്ങനത്തെ റീവയറിങ് പ്രോസസ്സിന് ഇപ്പോൾ ഓട്ടിസം പോലത്തെ കണ്ടീഷനിൽ ആ പേഴ്സൺ ടു പേഴ്സൺ വേരി ചെയ്യും. പക്ഷേ ഇന്ന് ഞാൻ പറഞ്ഞ ഒരു ജനറൽ കണ്ടീഷൻ എല്ലാവർക്കും ബാധകമാണ്. ഇപ്പോൾ രാവിലെ എണീക്കുക എന്നുള്ളത്, രാവിലെ എണീറ്റ് കുറച്ച് നേരം സൂര്യപ്രകാശം കൊള്ളിക്കുക എന്നുള്ളത്, അതുകൂടാതെ ആ ഭക്ഷണത്തിൽ വരുത്താൻ പറ്റുന്ന മാറ്റങ്ങൾ, പിന്നെ ഈ നമ്മുടെ കാല് ഇടയ്ക്ക് ഇങ്ങനെ നടക്കാനായിട്ട് ചരലിലൂടെ നടക്കണം, അങ്ങനത്തെ പല സ്റ്റിമുലേഷനും എല്ലാവർക്കും ഈക്വലി ബാധകമാണ്. കാരണം എല്ലാവരുടെയും തലച്ചോറ് അതനുസരിച്ച് സ്റ്റിമുലേറ്റഡ് ആവും. പക്ഷേ ഓട്ടിസത്തിന് മാത്രമുള്ള സ്പെസിഫിക് ട്രെയിനിങ്സ് ഉണ്ട്. അത് ഓരോരുത്തരുടെ ഏത് ഏരിയയാണ് ബ്രെയിനിൻ്റെ ഡെവലപ്പ് ചെയ്യേണ്ട അതനുസരിച്ചുള്ള ട്രെയിനിങ് കൊടുക്കുക എന്നുള്ള ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ അതനുസരിച്ച് നമുക്ക് വളരെയധികം മാറ്റങ്ങൾ ഈ കുട്ടികളിൽ കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമെന്ന് വെച്ചാൽ നമ്മൾ ഒരു കുട്ടീനെ മറ്റൊരു കുട്ടിയായിട്ട് കമ്പയർ ചെയ്യാതിരിക്കുക. ഇപ്പോൾ സ്കൂളിലൊക്കെ പോയാൽ ഇപ്പോഴും എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ മെൻ്റലി അധികം തലയിൽ കയറാത്ത ആൾക്കാർ ടീച്ചേഴ്സാണെന്ന് എനിക്ക് തോന്നിയേക്കണം. സ്കൂളിലൊക്കെ പോകുമ്പോഴത്തേക്കും ടീച്ചേഴ്സ് എല്ലാവരും ഓരോ കുട്ടികളെ കമ്പാരിസൺ വളരെയധികം കൂടുതലാണ്. ഇപ്പോൾ നമ്മുടെ സ്കൂളിലൊക്കെ ആ ഡെവലപ്മെൻറ്റ് നടക്കാത്തതിനൊരു കാരണം ഏറ്റവും കൂടുതൽ ഈ കുട്ടികളുടെ മാർക്കിൻ്റെ ബേസിസിലും അതുപോലെ തന്നെ പല കാറ്റഗറൈസ് ചെയ്ത് തിരിക്കലാണ് ടീച്ചേഴ്സിൻ്റെ മെയിൻ കാര്യം. അങ്ങനെ വരുമ്പോഴത്തേക്കും ആക്ച്വലി ഓരോ കുട്ടികൾക്കും ഓരോരോ രീതിയിലുള്ള കഴിവുകളാണ്. അവരുടെ കഴിവെല്ലാം ഇൻഹിബിറ്റഡായി പോണേണ്. അപ്പോൾ അതിലാണ് നമ്മൾ മാറ്റം വരുത്തേണ്ടത്. ഇപ്പോൾ ഞങ്ങൾ എറണാകുളം ജില്ലയിൽ ഇങ്ങനത്തെ ഒരു പ്രോജക്റ്റാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സ്കൂളുകളിൽ എങ്ങനെ ഈ മാറ്റം കൊണ്ടുവരാന്നുള്ള. കാരണം ടീച്ചേഴ്സിനും പാരൻസിനുമാണ് ഏറ്റവും ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കുന്നത്. കാരണം ഒരു കുട്ടിയുടെയും ഡെവലപ്മെൻറ്റ് ആ ഒരു സ്കൂളിൽ മാത്രമല്ല നടക്കണം, വീട്ടിൽ വന്നു ആ കുട്ടിയുടെ കംപ്ലീറ്റ് ബ്രെയിൻ ഡെവലപ്മെൻറ്റ് നടക്കണതാണ്. അപ്പോൾ അതിന് നമ്മൾ എത്രത്തോളം അവരെ ഇൻവോൾവ് ചെയ്യിക്കുക പല ആക്ടിവിറ്റീസിലും. അതുപോലെ തന്നെ അവർക്ക് മാക്സിമം സ്റ്റിമുലേറ്റ് ചെയ്യണ എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുക. അതനുസരിച്ച് അവരുടെ വളരെയധികം തലച്ചോറിൽ മാറ്റങ്ങൾ വരും. ആ മാറ്റങ്ങൾ ശരിക്കും അവരുടെ ബിഹേവിയറിൽ റിഫ്ലക്റ്റ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ നമ്മൾ പറയണമെന്ന് വെച്ചാൽ ലൈക്ക് ന്യൂറോൺസ് ഫയർ അലൈക്ക് എന്നാണ്. അപ്പോൾ ഓരോ കുട്ടികളെ എങ്ങനത്തെ രീതിയിലുള്ള ഇമ്പ്രൂവ്മെൻ്റാണ് വേണ്ടതെന്നനുസരിച്ച് നമ്മൾ കറക്റ്റായിട്ടുള്ള ട്രെയിനിങ് കൊടുത്തു കഴിഞ്ഞാൽ അവരിൽ ആ മാറ്റങ്ങൾ എന്തായാലും വരും. അപ്പോൾ ആദ്യം തന്നെ ഈ വിശ്വാസം നിങ്ങളിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. കാരണം കുട്ടികളിൽ മാറ്റം വരുമെന്നുള്ള കാര്യം ഉറപ്പാണ്. പക്ഷേ നിങ്ങൾക്ക് ആ പാരൻസിനായിരിക്കണം ആദ്യത്തെ കോൺഫിഡൻസ് വേണ്ടത്. ആ കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആ ചേഞ്ചസ് കുട്ടികളിൽ റിഫ്ലക്റ്റ് ചെയ്യുള്ളൂ. അപ്പോൾ അതിനു വേണ്ടിയാണ് നിങ്ങളിൽ തന്നെ ഒരു മാറ്റം ആദ്യം കൊണ്ടുവരിക. കാരണം നിങ്ങളിൽ ആ ഒരു ഇൻഹിബിഷൻസൊക്കെ അല്ലെങ്കിൽ ബാക്കിയുള്ളവരിൽ നിന്ന് വ്യത്യസ്തമാണ് എൻ്റെ കുട്ടി എന്നുള്ള, അത് ശരിക്കും പറഞ്ഞാൽ ഒരു നല്ലൊരു കണ്ടീഷനാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മളത് കറക്റ്റ് അവരുടെ സ്കില്ല് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ കുട്ടി ചിലപ്പോൾ ഏറ്റവും ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരാളായിട്ട് മാറും. അപ്പോൾ അതിനുള്ള ട്രെയിനിങ് ആണ് നമ്മൾ കൊടുക്കേണ്ടത്. കാരണം നമ്മൾ ഓരോരോ വേൾഡിലെ ലീഡേഴ്സൊക്കെ എടുത്തു കഴിഞ്ഞാൽ പല ഈ സ്പെക്ട്രത്തിൻ്റെ പല തോതിലുള്ളവരാണ്. അവരെല്ലാവരും ഇത്രയും സക്സസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ അവരുടെ ഫാമിലി മെമ്പേഴ്സിനും ടീച്ചേഴ്സിനും റോളുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു മാറ്റമാണ് നമ്മൾ സൊസൈറ്റിയിൽ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ സെൻറ്ററിൽ നിന്നും ആൽഫ പോലത്തെ ഇത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യണ കുറേ സെൻറ്റേഴ്സിനായിട്ട് നമ്മൾ കൊളാബറേറ്റ് ചെയ്ത് സൊസൈറ്റിയിലൊരു മാറ്റം കൊണ്ടുവരാനായിട്ട്. കാരണം അല്ലെങ്കിൽ എന്താ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഒരു 5-10 വർഷം കഴിയുമ്പോഴത്തേക്കും നമ്മുടെ സൊസൈറ്റിയിൽ കുറേ ന്യൂറോ റിലേറ്റഡ് ഇഷ്യൂസുള്ള ആൾക്കാരുടെ എണ്ണം കൂടും. അത് ചൈൽഡ്ഹുഡ് ആയിക്കോട്ടെ അല്ലെങ്കിൽ എൽഡർലി ആയിക്കോട്ടെ. കാരണം US ഇപ്പോഴത്തെ കണക്കെന്ന് പറഞ്ഞാൽ 3-ൽ ഒരാൾക്ക് എന്തെങ്കിലും ബ്രെയിൻ റിലേറ്റഡ് ഇഷ്യൂസ് ഉണ്ടെന്നാണ് പറയണത്. അത്രയും കൂടുതൽ നമ്മുടെ കേരളത്തിലും, കാരണം US പോലത്തെ തന്നെ പോപ്പുലേഷനാണ് നമ്മുടെ കേരളത്തിലുള്ളത്. അപ്പോൾ അത്രയും കൂടുതൽ ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ഒക്കെ ഉള്ള ഒരു സംസ്ഥാനം ഇതുകൊണ്ട് നമുക്ക് ഇങ്ങനത്തെ ഒരു മാറ്റം വളരെ അനിവാര്യമാണ്. അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു ഇൻ്റർവെൻഷൻസും ഇതെല്ലാം ജനങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കണം. അപ്പോൾ അതിന് ഇത്രയും നേരം നിങ്ങൾ കേട്ടിരുന്നതിന് വളരെയധികം നന്ദി. അതുകൂടാതെ ഇങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാനുണ്ടെങ്കിൽ, എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ, അപ്പോൾ ആദ്യം തന്നെ
അബ്ദുൽ കലാം സാറൊക്കെ പറഞ്ഞ നമ്മളാ ഒരു ഡ്രീം എന്ന് പറയണത്. കാരണം കുട്ടികളിൽ നമ്മൾ തന്നെ ആ ഡ്രീം അവരെ പറഞ്ഞ് നമ്മുടെ മനസ്സിൽ കൊണ്ടുവരിക. ആ ഡ്രീം വന്നു കഴിയുമ്പോഴത്തേക്കും അത് നമ്മുടെ കണക്ഷൻസായിട്ട് മാറും. ആ കണക്ഷൻസ് അവർ ജീവിതത്തിൽ ആയിത്തീരാനായിട്ടുള്ള നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യണതാണ്. ഇപ്പോൾ ഞങ്ങൾ കുട്ടികളോടൊക്കെ പറയും 3 മാസം എന്താണ് നിങ്ങൾ ആകാൻ ആഗ്രഹിക്കണതെന്ന് വിഷ്വലൈസ് ചെയ്യാൻ പറയും. ആ 3 മാസം അങ്ങനെ റെഗുലർലി വിഷ്വലൈസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ നെറ്റ്വർക്ക് അവരുടെ ബ്രെയിനിൽ സ്ട്രോങ് ആവും. പിന്നെ ആ നെറ്റ്വർക്ക് അനുസരിച്ച് അവരുടെ പ്രവർത്തനങ്ങളും മാറും. അങ്ങനെ അവർ ആ ഗോളിലേക്ക് എത്താനായിട്ടുള്ള ചാൻസസ് കൂടും. അപ്പം അങ്ങനത്തെ ആക്ടിവിറ്റീസാണ് നമ്മൾ ന്യൂറോപ്ലാസ്റ്റിസിറ്റി വഴി കൊടുക്കുന്നത്. അതിൻ്റെ ഒരു വെർഷനാണ് നിങ്ങളുടെ കുട്ടികളിലെ ഈ ട്രെയിനിങ്ങിലൂടെ ബ്രെയിനിൽ വരുന്ന മാറ്റങ്ങൾ. അപ്പം അത് നിങ്ങൾ നല്ല രീതിയിൽ വീട്ടിലും ഇതേപോലത്തെ ഫോളോ അപ്പ് ചെയ്യാണ്ടിരിക്കുക. അതുകൊണ്ട് വളരെയധികം പെർഫോമൻസ് മാറ്റം വരും. ആൻഡ് ബി കോൺഫിഡൻറ്റ്. അത് നമ്മുടെ ഫാദർ ഓഫ് ദ നേഷൻ മഹാത്മാഗാന്ധിജി പറഞ്ഞ പോലെ യു ഷുഡ് ബി ദ ചേഞ്ച് ദാറ്റ് യു വാണ്ട് ടു സീ ഇൻ ദ സൊസൈറ്റി. കാരണം ആ മാറ്റങ്ങൾ നമ്മുടെ കുടുംബത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ ആ ഒരു മാറ്റങ്ങൾ പിന്നെ അത് സൊസൈറ്റിയിൽ നിന്ന് പിന്നെ അത് രാജ്യത്തിലും ആ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റും. ഓക്കെ, താങ്ക് യു.